നമസ്കാരം. ഞാനിവിടെ ഇവിടെ ചോദിക്കാൻ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് വെള്ളറട ഗ്രാമപഞ്ചായത്തിലെ കോവിലൂർ വാർഡിലാണ്. ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ് കൂടിയായ കോവിലൂർ ദേശത്ത് ജനങ്ങളുടെ ഏറെക്കാലത്തെ ആവശ്യങ്ങളിലൊന്നാണ് ഇവിടെയുള്ള റോഡ് നവീകരിച്ച് നൽകണമെന്നുള്ളത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ അധീനതയിലുള്ള ഈ റോഡ് കാൽനടക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാന ആരോപണം. എന്താണ് വിഷയമെന്ന് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം, കണ്ടു മനസ്സിലാക്കാം. നിരവധി കുടുംബങ്ങൾക്ക് ആശ്രയമായ ഒരു റോഡാണിത്. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നം, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോൾ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ വെള്ളോട പഞ്ചായത്തിൻ്റെ കോവിലൂർ വാർഡിൻ്റെ ബോർഡറാണ്. അമ്പൂരി പഞ്ചായത്തിൻ്റെയും ബോർഡറായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഏകദേശം ഇവിടെ നിന്ന് മണലി വരെ കറങ്ങി വരുമ്പോൾ 150ഓളം വീടുകളുണ്ട്. വീട്ടുകാർക്ക് ഇതുവഴി യാത്രാക്ലേശം വളരെ പ്രയാസം ഉള്ളാവുന്ന ഒരു സ്ഥിതിയാണ്. അതുപോലെ തന്നെ ഒരു ആശുപത്രി, സ്കൂളിലെ കുട്ടികൾക്ക് വരാൻ പറ്റാത്ത തരത്തിൽ വാഹനം ഒരു ദിവസം അവിടെ ചരിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സ്കൂൾ വണ്ടിയും വരുന്നില്ല. അപ്പം പിള്ളേർക്ക് വരാൻ പറ്റില്ല. അതോടൊപ്പം കറണ്ടില്ല. ഈ രാത്രി ആകുമ്പോൾ മഴയും കൂടെ ആയിക്കഴിഞ്ഞാൽ നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. ബൈക്കുകളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് നടന്നാണ് പോകുന്ന സ്ഥിതി. ബൈക്കൊക്കെ ഇതുവഴി പോകുന്ന പറഞ്ഞാൽ ചാടിച്ചാടിയാണ് പോകുന്നത്. അപ്പോൾ ഈ വാർഡിന് നമ്മുടെ ഈ പഞ്ചായത്ത് എന്നല്ല സംസ്ഥാന തലത്തിൽ തന്നെ എല്ലാ ഗ്രാമീണ റോഡുകളും വളരെ ഭംഗിയായ രീതിയിൽ ചെയ്ത് ക്രമീകരിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണെന്ന്. പക്ഷേ ഇവിടെ ഈ വെള്ളറട പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രതിനിധീകരിക്കുന്ന ഒരു വാർഡാണിത്. എന്നിട്ട് പോലും ഇതിനെ ഈ 5 വർഷമായിട്ട് ഒരു നയാ പൈസ ഈ ബണ്ട് റോഡിന് വേണ്ടിയിട്ട് ചെലവഴിക്കാനോ ഇവിടെ കൂടി വൈദ്യുതി എത്തിക്കാനോ യാത്രാക്ലേശം പരിഹരിക്കാനോ വേണ്ടിയിട്ട് യാതൊരുവിധ നടപടിയും ചെയ്യാതെ ഒരു വാശിയോടെ ഒരു അനാസ്ഥയായിട്ടാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ജീപ്പോ അല്ലെങ്കിൽ ഇത്തിരി വെയിറ്റുള്ള വണ്ടിയോ ഏതെങ്കിലും വേണമെങ്കിൽ വണ്ടി മറിയുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകുന്ന രീതിയിലാണ് ഇത് കിടക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇവിടുത്തെ യാത്രാക്ലേശം പരിഹരിച്ച് ഇതിന് ഒരു കോൺക്രീറ്റ് ആയിട്ടെങ്കിലും ചെയ്ത് വാഹനങ്ങൾ പോകാൻ വേണ്ടി. ബൈക്കൊക്കെ ഇതുവഴി പോയി കഴിഞ്ഞാൽ മറിഞ്ഞ് 1-2 പേരുടെ വെള്ളത്തിൽ വീഴുകയും ചെയ്തു. ഈ ചെളി വെള്ളത്തിൽ വീഴുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് യാത്രാക്ലേശം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺക്രീറ്റ് റോഡും പ്രത്യേകിച്ച് ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടെ പ്രതിദാനം ചെയ്യുന്ന വാർഡാണ്. അതോടൊപ്പം വൈദ്യുതി, ലൈറ്റ് എന്നീ ക്രമീകരണങ്ങൾ എത്തേണ്ട. ഇതുവഴി കുടിവെള്ളം പോലും പോയിട്ടില്ല. കുടിവെള്ള പൈപ്പ് പോലും എത്തുന്നില്ല. കാരണം ഈ റോഡിൻ്റെ അവസ്ഥ ഇതായതുകൊണ്ടാണ്. അപ്പോൾ വളരെ ഒരു അനാസ്ഥയാണ് ഈ മേഖലയിൽ ആളുകൾ പ്രതിദാനം ചെയ്യുന്നത്. മുമ്പ് ഇവിടെ ഈ ഒരു എല്ലാ തെങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഒരു ബണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ റോഡാക്കാൻ വേണ്ടി ഇവിടെ ഉള്ള നാട്ടുകാരുടെ ശ്രമപരമായി ഇവിടെ റോഡാക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ഈ ബണ്ട് റോഡായിരുന്ന സ്ഥലത്ത് ബണ്ട് റോഡല്ല, ബണ്ടിൽ നിന്ന് തെങ്ങെല്ലാം മുറിച്ച് മാറ്റിച്ച് ഇവിടെ ജനങ്ങളുടെ എല്ലാം ഒത്താശയോടുകൂടി ഇവിടെ റോഡാക്കി മാറ്റി. ആ റോഡാക്കിയതിൻ്റെ ഭാഗമായിട്ട് പിന്നെ പലതവണ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇവരെല്ലാം സമീപിച്ചു. പക്ഷെ അവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചെറിയ ഫണ്ടെല്ലാം ഇട്ട് പോയതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ജനങ്ങൾ ഇഷ്ടം പോലെ താമസിക്കുന്നുണ്ട്. കാരണം പണ്ട് ഇവിടെ ജനവാസം കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ അതല്ല, ഒരുപാട് ജനവാസമായി. പക്ഷേ ഇത് അത്യാവശ്യം റോഡായി മാറിക്കഴിഞ്ഞു. പക്ഷേ പണ്ട് കാലങ്ങളിൽ ഇവിടെ എല്ലാം ഒരു വരമ്പായി മാറി ഇങ്ങനെ നടന്നു പോകുന്നൊരു യാത്രക്കാരായിരുന്നു. പക്ഷേ യാത്രാ സൗകര്യം മണലി വഴി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ഒരു 10 ചുറ്റു റോഡായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല അവസ്ഥ. ഇന്ന് ഇത് അത്യാവശ്യമായി റോഡിൻ്റെ ഒരു അവസ്ഥയിലോട്ട് മാറിക്കഴിഞ്ഞു. ആ റോഡിൻ്റെ അവസ്ഥ മാറ്റാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ ആയാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും അവരുടെ എല്ലാം സഹായം വേണ്ടി വരുന്നു. അത് അത്യാവശ്യമായി അടിയന്തരമായി അത് ചെയ്യേണ്ട ഒരു അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഇതിപ്പോൾ എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്ന റോഡെന്ന് പറയുന്നത് കോവിലിൽ നിന്ന് നേരെ പോകുന്ന ഒരു ബണ്ട് റോഡല്ല. ഇനി ഒരു പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് നല്ല റോഡാക്കി മാറ്റാൻ വേണ്ടി എല്ലാ അധികാരികളും ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. വെള്ളറട പഞ്ചായത്തിൽ പൊതുവിൽ 5 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഒരു പദ്ധതികളും റോഡുകളായാലും ശരി, റോഡുകളുടെ സൈഡായാലും ശരി ചെയ്യാറില്ല. കാരണം 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഫണ്ട് ചെലവ് വരുന്ന പദ്ധതി ഈ ടെൻഡർ ചെയ്യണമെന്നാണ് സർക്കാരിൻ്റെ വ്യവസ്ഥ. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഇവർക്ക് കമ്മീഷൻ കിട്ടില്ല. 5 ലക്ഷം രൂപയ്ക്ക് താഴെ എന്ന് പറയുമ്പോൾ ഒരു കൺവീനർ വർക്ക് എന്നാണ് പറയപ്പെടുന്നത്. ഈ കൺവീനർ വർക്ക് എന്ന് പറയുന്നത് ആ വാർഡിലെ മെമ്പർ ആരാണോ ആ മെമ്പറുടെ വേണ്ടപ്പെട്ട ഒരാളെ കൺവീനറാക്കും. അതിനൊരു ഒരു തട്ടിക്കൂട്ട് കമ്മിറ്റി ഉണ്ടാക്കും. ആ കമ്മിറ്റി മുഖേന 5 ലക്ഷം രൂപ പാസ്സാക്കും. അതിൻ്റെ പേരിൽ ഒരു 100 മീറ്റർ 150 മീറ്റർ ടാർ ചെയ്യുകയോ കലങ്ക് കെട്ടുകയോ ചെയ്യും. അതായത് 500 മീറ്റർ വരുന്ന
നീളം വരുന്ന ഒരു റോഡിന് 250 മീറ്റർ ചെയ്യും. അടുത്ത് പറയുന്നത് അടുത്ത ബഡ്ജറ്റിൽ ബാക്കി ചെയ്യാം. അടുത്ത ബഡ്ജറ്റിൽ ചെയ്യാമെന്ന് പറയുമ്പോൾ ഈ ആദ്യം ചെയ്ത 250 മീറ്റർ പൊളിയും. അപ്പൊ ഈ ടെൻഡറിനെ വെട്ടിക്കാൻ വേണ്ടി ഈ ടെൻഡറിനെ വെട്ടിക്കാൻ വേണ്ടിയാണ് അവർ ഈ പദ്ധതികളെ കൺവീനർ വർക്കായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് പൂർണ്ണമായിട്ട് ഒരു പദ്ധതി മുഴുവിപ്പിക്കാൻ പറ്റാത്തത്, ഒരു റോഡിൻ്റെ പണി മുഴുവിപ്പിക്കാൻ പറ്റാത്തത്. അത് പോയിട്ട് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാമീൺ സഡക് യോജന, പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയാണ്. അതായത് 4-5 റോഡുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ടാറിങ് ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ്, ഗ്രാമ റോഡുകളെ തമ്മിൽ യോജിപ്പിക്കാൻ. അതിന് എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതാത് വാർഡുകളുടെ മെമ്പർ മുൻകൈയെടുത്ത് പദ്ധതി തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ടതാണ്. ആ സമർപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റോഡുകൾ അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ 2-3 റോഡുകൾ പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പ്രകാരം ചെയ്തിട്ടുണ്ട്. കള്ളിമൂട്, പാട്ടംതലക്കൽ തുടങ്ങിയ റോഡുകളെല്ലാം ഗ്രാമീൺ സഡക് യോജനയിൽ ഉൾപ്പെടുത്തി ചെയ്തതാണ്. പക്ഷേ ഈ റോഡ് പോലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ റോഡ് പോലും അങ്ങനെ ചെയ്യാനുള്ള മുൻകൈ പോലും ഈ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ വാർഡ് മെമ്പർ മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ വളരെ ബുദ്ധിമുട്ടാണ്, വളരെയധികം മോശമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. സ്കൂൾ കുട്ടികളെല്ലാം ഇതിൽ പോകുന്നതാണ്. വണ്ടി ഒരു പ്രാവശ്യം അവിടെ കുറച്ച് അപ്പുറത്താണെങ്കിൽ ചെരിഞ്ഞ് പോയതാണ്. ശരിയാണത്. അങ്ങനെയൊക്കെയുള്ള വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഇത് പ്രസിഡൻറ്റിൻ്റെ വാർഡും കൂടെയാണ്. ഇനിയിപ്പോൾ ഒരു വർഷം കണ്ടേ ഉള്ളൂ, ഒരു വർഷത്തേച്ചില്ലെന്ന് തോന്നുന്നു. അപ്പോൾ പല പ്രാവശ്യം ഞങ്ങൾ പരാതിപ്പെട്ടു, ഇപ്പോൾ ശരിയാക്കും, ഫണ്ട് വരുന്നില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. കാരണം മറുവശത്ത് തോടാണ്, ആറ്, പിന്നെ റബ്ബർ തോട്ടം, വെട്ടവും വെളിയൊന്നുമില്ല. ഇതുവഴി അങ്ങനെ വേറെ ഒന്നുമില്ല. അപ്പോൾ അത് ആവശ്യമാണ് ഞങ്ങൾക്ക്. സ്ട്രീറ്റ് ലൈറ്റ് ഇട്ട് തരിക, അത് ആവശ്യമായ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു അവഗണന തുടരുന്നു എന്നാണ് പറയുന്നത്. തുടരുന്നു, അത് തന്നെയാണ്. മഴ പെയ്താൽ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കുകയാണ്. പിന്നെ അതുപോലെ ഒരു ആശുപത്രിയൊക്കെ വന്നാൽ ഒരു ആംബുലൻസ് പോകാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട് എല്ലാവരും ഇവിടെ ഈ മേഖലയിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പം കൂടുതലും വയസ്സായ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അവർക്കെല്ലാം പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്കായാലും പോകാൻ പറ്റില്ല. പക്ഷേ ഇത് പിന്നെ ആറ്റിലോട്ട് മറിയുമെന്നുള്ളൊരു പേടിയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അതിലെല്ലാം ബുദ്ധിമുട്ട് നേരിടുകയാണ്. ജോലിക്ക് പോകണമെന്ന് പറഞ്ഞൊക്കെ ഞങ്ങളെ വണ്ടിയെല്ലാം പല പ്രാവശ്യം ഇവിടെ മറിഞ്ഞതായിട്ടൊക്കെ മറിഞ്ഞു പോയിട്ടുണ്ട്. അത്ര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഇനി വേറെ ഇതിലെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി തരണം. ഇത് കുറച്ച് ദൂരമേ ഉള്ളൂ ഒരു പ്രശ്നം. ബാക്കി ടാർ ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ ആർഡറായി കിടക്കണമെന്ന് പറയണതല്ലാതെ ഇവിടെ ഒന്നും ഇതാവുന്നില്ല. അവർ പറയുന്നത് പിന്നെ 50 ലക്ഷം എത്രയൊക്കെ ആയി കിടക്കുന്നെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അങ്ങനെയാണ് പറയണത്. പക്ഷേ ഇത് ഒന്നും വരുന്നില്ല. ചരിത്രപ്രധാനമായിട്ടുള്ളൊരു സ്ഥലമാണ്. അതായത് പണ്ട് ഇവിടെ രാജാക്കന്മാരും ഓരോരൊക്കെ വന്ന് താമസിച്ച ഭൂമുഖ സേത ഇവിടെ ഉണ്ട്. അത് പോയിട്ട് നമ്മളെ ഇതുകൊണ്ട് നമ്മളെ ചുമട് താങ്ങി ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പേര് കേട്ട ഈ സ്ഥലത്താണ് ഇങ്ങനെ ഈ അതായത് പറയാൻ പറ്റാത്ത ലെവലിൽ ഇങ്ങനെ ഈ റോഡിനെ നാനാവിശേഷമാക്കിയിട്ടിരിക്കുന്നത്. ഇത് വേറെ വ്യക്തി വൈരാഗ്യം പോലെയാണ്. ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ കണക്കാക്കുക. അല്ല, വേറെ ഒന്നുമല്ല. എത്ര വാർഡുകളുണ്ട്, ഈ വാർഡിലൊന്നും ഇത്രയും ഒരു ശോധനീയ അവസ്ഥയില്ല. അതുകൊണ്ട് ഇത് പുള്ളിക്കാരൻ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പോകണില്ല. കാര്യം എന്ന് വെച്ചാൽ പുള്ളി ഇപ്പോൾ വേറെ വാർഡിലേക്ക് അങ്ങ് ആയി. അതുകൊണ്ട് ഇനി അവർക്ക് ചെയ്തിട്ട കാര്യമില്ല. അതുകൊണ്ട് ഇതിലേക്ക് എന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്ന് അപേക്ഷിക്കുന്നു. ചേട്ടാ എത്ര കാലമായിട്ട് ഇവിടെ താമസിക്കും? ഞാൻ ഇവിടെ 60 വർഷം കൊണ്ട് താമസിക്കും. 60-61 വർഷം കൊണ്ട് ഇവിടെ മുകളിൽ താമസിക്കുക. അന്നൊരു നടവഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് ഈ വണ്ടുമായതും പിന്നെ നാട്ടുകാരുടെ ശ്രമഫലമായിട്ടും ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥർ അങ്ങനെ വിട്ടുകൊടുത്ത് അങ്ങനെ റോഡായതാണ്. ഒരു സൈഡ് വാൾ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം കാര്യമില്ല. എല്ലാം വെള്ളം വലിയ വണ്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് വെള്ളം കെട്ടിയാണ് നശിച്ചു പോകുന്നത്. അതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ചില വർഷങ്ങൾക്ക് മുമ്പ് പ്രസിഡന്റ് പറഞ്ഞതാണ്. അപ്പോൾ ഉടനെ ചെയ്യാം ഇതുപോലെ പൈസ അനുവദിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ ഒരു 3 മാസത്തേക്ക് മുമ്പ് ഇവിടെ പറഞ്ഞപ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുഴികൾ നികത്താനുള്ള ഒരു ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ടും പറഞ്ഞാൽ അത് ചെയ്യുന്ന പാഴാണ്. നമ്മൾ 50 ലക്ഷം രൂപ ഇങ്ങനെ റോഡിലേക്ക് വേണ്ടി വകയിരുത്തിയിട്ടുണ്ട്, അത് ഉടനെ പണി ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും കാലമായിട്ടും ഇത് നടന്നില്ല. ഇപ്പോഴാണെങ്കിൽ ഇനിയിപ്പം മഴക്കാലമാണ്. കഴിഞ്ഞ വർഷം കാലാവധി കഴിയാൻ പോകുന്നു, മഴക്കാലമാണ്. കഴിഞ്ഞ പ്രാവശ്യം 1 മീറ്റർ വെള്ളം ഈ വണ്ടിൻ്റെ പുറത്തുണ്ടായിരുന്നു. വണ്ടിൻ്റെ പുറത്ത് മറിഞ്ഞു പാഞ്ഞായിരുന്നു 1 മീറ്റർ വെള്ളം. അത്രയ്ക്ക് വെള്ളം വരുന്നപ്പോൾ അവിടെ ഉടഞ്ഞായിരുന്നു. എന്നിട്ട് അവിടെ വീണ്ടും അത് കെട്ടി അത് മണ്ണിട്ടാണ്. യാത്രയൊക്കെ ബുദ്ധിമുട്ടാണ്, ദുഷ്കരം തന്നെയാണ്. എന്നാലും ഒക്കെ ഒഴിഞ്ഞെടുത്ത് പോകാം. പിന്നെ ഇതിലെ വന്നാൽ 1 കിലോമീറ്റർ മതി ഇവിടെ റോഡിൽ ഇറങ്ങാൻ. അതിലേ പോകണമെങ്കിൽ 3 കിലോമീറ്റർ പോയാലും നമുക്ക് ആ മെയിൻ റോഡിൽ ഇറങ്ങാൻ പറ്റും. പള്ളിയുടെ അടുത്ത് ചെന്നിട്ട് ആ ചുരുളി റോഡിൽ കയറണമെങ്കിൽ 3 കിലോമീറ്റർ അതിലേ പോകണം. ഇത്രയും ദൂരം ചുറ്റിയാണ് അപ്പോഴൊക്കെ വാഹനങ്ങൾ പോകുന്നത്. സ്കൂൾ വണ്ടി പോലും ഇങ്ങോട്ടില്ല. ഇല്ല,
സ്കൂൾ വണ്ടി ഒരു 6 മാസം കൊണ്ട് സ്കൂൾ വണ്ടി ഇതിലില്ല ഇപ്പോൾ. ഞാനൊരു ആശാ വർക്കറാണ്. കാരണം 9 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണമെങ്കിൽ എനിക്ക് 8 മണിക്ക് മഴ സമയത്ത് ഇവിടുന്ന് പോയാലേ പറ്റുള്ളൂ. ചിലപ്പോൾ എനിക്ക് അവരെ വണ്ടി എടുക്കാൻ പറ്റില്ല, ചെളി കുഴി അറിയാൻ പറ്റില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ മണൽ വഴി അനപ്പറ പോകേണ്ട ഗതികേട് വരും. വീട് ഇവിടെയാണ്, അവിടെ നിന്ന് പോകണമെങ്കിൽ ശരിക്കും ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നിന്ന് ആണെങ്കിൽ എനിക്ക് 10 മിനിറ്റ് കൊണ്ടങ്ങ് എത്താമെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ശരിക്കും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് എന്നും പണിയാണ്. ഇപ്പോഴും അതാ വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റണം, ലൈറ്റ് എടുക്കണം എന്നൊക്കെ ഉള്ള ഒരു ഇതാണ് പറയുന്നത്. അതായത് ഈ റോഡിലൂടെ പോയി വണ്ടി ഒക്കെ കേടാവുകയാണ്. ആഴ്ചയ്ക്ക് ആഴ്ച വണ്ടി പണിക്ക് കയറ്റുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ഉപജീവനമൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഒരു വർഷമായി 40,000 രൂപ വീട്ടിൽ നിന്ന് പറഞ്ഞു തന്നിട്ട് മറുപടി ഇന്ന് വരെയും ഇല്ല. ചോദിക്കാൻ പറയാം ഫണ്ട് വന്നില്ല, വരുമ്പം തരാം. എന്ത് ചെയ്യും ഇങ്ങനത്തെ ജനങ്ങൾ? ഞങ്ങൾക്ക് താമസിക്കാമെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു റൂമേ ഉള്ളൂ, ഞങ്ങൾക്ക് 4 പേർക്ക് താമസിക്കണം. ഇപ്പോഴും എൻ്റെ അമ്മയും കൂടെ ഇവിടെയാണ്. അപ്പം വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ അമ്മ ഐസിയിലൊക്കെ കിടന്നിട്ട് കൊണ്ടുവന്നതേ ഉള്ളൂ. അപ്പോൾ അമ്മ വേറെ ആരും വീട്ടിൽ നിൽക്കില്ല, എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് ഒറ്റ ഇത്. അപ്പോൾ എനിക്ക് തള്ളാൻ പറ്റില്ല. ഞാൻ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നതുകൊണ്ട് എൻ്റെ അമ്മയെ എനിക്ക് തള്ളാൻ പറ്റില്ല. നാട്ടുകാരെ വഴക്ക് കേൾക്കാനോ ഒന്നും പറ്റില്ല. അമ്മ എങ്ങനെ നോക്കണം ആ രീതിയിൽ എനിക്ക് അമ്മയെ നോക്കണം. വഴിയെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വണ്ടി പിടിക്കാൻ കൊണ്ടുപോകാം. ജനലാശുപത്രിയിലാണ് കിടന്നത്. 7 ദിവസം ഐസിയിൽ കിടന്ന് പിന്നെ ഇവിടെ വാർഡിലാക്കി കൊണ്ടുവന്ന് ഇവിടെ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ റോഡ് സുരക്ഷയായിരിക്കണം, ലൈറ്റ് വേണം. ഏത് സമയമായാലും ഒരു രോഗിയെ കൊണ്ടുപോകാൻ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ പണിക്ക് പോയിട്ട് വരുമ്പോൾ 7:30, 8:30, 9 മണിയാവും. ഞാൻ വീട്ടിൽ വിളിക്കും, പെട്ടെന്ന് വരും ലൈറ്റും കൊണ്ട് വന്നിട്ടാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ പിള്ളേർക്ക് ക്ലാസ്സിന് പോയിട്ട് വരുമ്പോൾ 10 മണിയാവും, 10:30 മണിയാവും. ആ സമയത്തെല്ലാം വീട്ടുകാരില്ലെങ്കിൽ പിള്ളേർക്ക് വരാൻ പറ്റില്ല. 2 സൈഡും ആൾ കാണാം. ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, എവിടെ നിന്ന് വന്നതെന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ പറയും നമ്മളെ തെറ്റാണെന്നേ പറയുള്ളൂ. പക്ഷെ അങ്ങനത്തെ ഒരു ഇടയാക്കാതെ ലൈറ്റും വേണം, റോഡും നല്ല ഇതാക്കണം. ജനങ്ങളെ വളർച്ച വലുതായിട്ട് കാണണം, അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ നാട് നിറഞ്ഞ് അതാണ്. ഈ പ്രദേശത്തുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ അടുത്ത് പാർട്ടിപരമായിട്ട് നമ്മുടെ അടുത്ത് വന്ന് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് സംബന്ധിച്ച് പ്രസിഡന്റ് സമീപിച്ചു. പ്രസിഡന്റ് ഉടനെ തന്നെ അത് ചെയ്യാം എന്ന് പറഞ്ഞത് നമ്മുടെ അടുത്ത് മറുപടി പറയുകയും ചെയ്തു. പക്ഷേ പ്രസിഡന്റ് ഒരു കാരണവശാലും അത് ചെയ്യില്ല. കാര്യം പറഞ്ഞാൽ പ്രസിഡന്റ് ചെയ്യാൻ താല്പര്യമില്ല. പ്രസിഡന്റ് അടുത്തിന് എന്താണ് ലക്ഷ്യം എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ഈ 7 മാസം കാലാവധി ഉള്ളൂ. അതുകൊണ്ട് ഈ റോഡ് പ്രസിഡന്റ് വളരെ ഉദാസീനം കാണിക്കുന്നത്. അത് പോയിട്ട് ആറാട്ടുവഴി വാർഡിലെയും കലങ്ങാട് ജംഗ്ഷൻ എന്നുള്ള റോഡുണ്ട്, നമുക്ക് ആയിക്കോണത്ത് പോണ റോഡ്. അവിടെയും പാതി വഴിയിലാണ് ഈ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ വാർഡും ഇവിടുത്തും പറഞ്ഞിട്ടും അവരും ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അവരും ചെയ്യുന്നില്ല. കാലം പറഞ്ഞാൽ ഇനി കറക്റ്റ് 7 മാസം കാലാവധി ഉള്ളൂ ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതി തീരാൻ വേണ്ടി. അപ്പോൾ അവരും വളരെ രീതിയിൽ ഉദാഹരണത്തിന് കാണിക്കുകയാണ്. അതുപോലെ പഞ്ചായത്തിലെ പല റോഡുകളും ഈ ഇത് വളരെ ദയനീയമായ അവസ്ഥയിൽ കിടക്കുകയാണ്. അതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റുള്ളൂ. ചേട്ടാ എത്ര കാലമായിട്ട് ഇവിടെ താമസിക്കും? ഞാൻ ഇവിടെ 60 വർഷം കൊണ്ട് താമസിക്കും. 61 വർഷം കൊണ്ട് ഇവിടെ മുകളിൽ താമസിക്കുക. അന്നൊരു നടവഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് ഈ വണ്ടുമായതും പിന്നെ നാട്ടുകാരുടെ ശ്രമഫലമായിട്ടും ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥർ അങ്ങനെ വിട്ടുകൊടുത്ത് അങ്ങനെ റോഡായതാണ്. ഒരു സൈഡ് വാൾ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം കാര്യമില്ല. എല്ലാം വലിയ വണ്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് വെള്ളം കെട്ടിയാണ് നശിച്ചു പോകുന്നത്. അതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ചില വർഷങ്ങൾക്ക് മുമ്പ് പ്രസിഡന്റ് പറഞ്ഞതാണ്. അപ്പോൾ ഉടനെ ചെയ്യാം ഇതുപോലെ പൈസ അനുവദിച്ചിട്ടുണ്ടെന്നൊക്കെ കഴിഞ്ഞ ഒരു 3 മാസത്തേക്ക് മുമ്പ് ഇവിടെ പറഞ്ഞപ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുഴികൾ നികത്താനുള്ള ഒരു ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ടും പറഞ്ഞാൽ അത് ചെയ്യുന്ന പാഴാണ്. നമ്മൾ 50 ലക്ഷം രൂപ ഇങ്ങനെ റോഡിലേക്ക് വേണ്ടി വകയിരുത്തിയിട്ടുണ്ട്, അത് ഉടനെ പണി ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും കാലമായിട്ടും ഇത് നടന്നില്ല. ഇപ്പോഴാണെങ്കിൽ ഇനിയിപ്പോൾ മഴക്കാലമാണ്. കഴിഞ്ഞ വർഷം കാലാവധി കഴിയാൻ പോകുന്നു, മഴക്കാലമാണ്. കഴിഞ്ഞ പ്രാവശ്യം 1 മീറ്റർ വെള്ളം ഈ വണ്ടിൻ്റെ പുറത്തുണ്ടായിരുന്നു. വണ്ടിൻ്റെ പുറത്ത് മറിഞ്ഞു വാഞ്ഞായിരുന്നു 1 മീറ്റർ വെള്ളം. അത്രയ്ക്ക് വെള്ളം വരുന്നപ്പോൾ അവിടെ ഉടഞ്ഞായിരുന്നു. എന്നിട്ട് അവിടെ വീണ്ടും അത് കെട്ടിയാൽ അത് മണ്ണിട്ടാണ്. യാത്രയൊക്കെ ബുദ്ധിമുട്ടാണ്, ദുഷ്കരം തന്നെയാണ്. എന്നാലും ഒക്കെ ഒഴിഞ്ഞെടുത്ത് പോകാം. പിന്നെ ഇതിലെ വന്നാൽ 1 കിലോമീറ്റർ മതി ഇവിടെ റോഡിൽ ഇറങ്ങാൻ. അതിലേ പോകണമെങ്കിൽ 3 കിലോമീറ്റർ പോയാലും നമുക്ക് ആ മെയിൻ റോഡിൽ ഇറങ്ങാൻ പറ്റും. പള്ളിയുടെ അടുത്ത് കൂടി ചെന്നിട്ട് ആ ചുരുളി റോഡിൽ കാണണമെങ്കിൽ 3 കിലോമീറ്റർ അതിലേ പോകണം. ഞങ്ങളുടെ ബുദ്ധിമുട്ടെന്ന് പറയുമ്പം സ്കൂൾ പിള്ളേർക്ക് പിന്നെ അതുപോലെ തന്നെ വയസ്സായവർക്ക് ആർക്കും നടന്നു പോലും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. തെന്നി വീണിട്ടുണ്ട്. പിന്നെ സുഖമില്ലാതായിരുന്നാൽ അവരെ കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. റോഡ് പൊളിഞ്ഞ് കിടക്കണോണ്ട് ഇത് വണ്ടിയൊന്നും വരില്ല. മോളെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഓട്ടോ അവിടം വരെ വരുള്ളൂ, ഇങ്ങോട്ട് കൊണ്ടുവിടൂല. അവർക്ക് പേടിയാണ് ആറ്റിനകത്തൊക്കെ മറിഞ്ഞ് വീഴുമെന്നൊക്കെ. ഓട്ടോറിക്ഷയിലാണ് വന്നത്. അങ്ങനെ വരില്ല വണ്ടിയൊന്നും. സ്കൂൾ വണ്ടിയും അങ്ങനെ തന്നെ നമ്മൾ റോട്ടിൽ കൊണ്ടുപോയാണ് കയറ്റി വിടുന്നത്.
വീട്ടിൽ ഇങ്ങോട്ടൊന്നും വരെയൊന്നുമില്ല. ആ മഴയത്ത് റോഡ് കുഴിയും ചെളിയും നിറഞ്ഞു കിടക്കും. പിന്നെ വണ്ടികൾ പോകാൻ പാട്, വീട് പണി കിടക്കണം. അപ്പോൾ സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ കുറച്ച് പാടുണ്ടായിരുന്നു. കുറച്ച് കോൺക്രീറ്റ് എല്ലാം ചെയ്ത് തന്നിരുന്നെങ്കിൽ എളുപ്പമായിരിക്കും പോകാനും വരാനൊക്കെ. അതാണ്. ഇവിടെ പകുതി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പാണ് ചെയ്തിട്ടുള്ളത്. ഈ സ്കൂൾ സമയത്തൊക്കെ സ്കൂൾ സമയത്ത് രാവിലെയാണ് പോകണത്, അപ്പോൾ മഴ കാണൂല. വൈകുന്നേരം വരുമ്പോൾ ഇതേപോലെ ആയിരിക്കും. ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നമുക്ക് നടന്ന് വരാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വഴിയെന്ന് പറഞ്ഞാൽ നമുക്ക് ആറടുത്തുള്ളത് കൊണ്ട് നടന്നു പോകുമ്പോൾ ചിലപ്പോൾ വീഴാനുള്ള സാധ്യതയുണ്ട്. അതുപോയിട്ട് പ്രധാനമായിട്ടുള്ളത് ഈ വഴിയും അതുപോലെ തന്നെ കറണ്ട് ഇല്ലായ്മ, ഒരു ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. അപ്പോൾ അത് ഞാൻ ഒരുപാട് പ്രാവശ്യം നമ്മുടെ പഞ്ചായത്ത് വാർഡ് മെമ്പർ പ്രസിഡൻറ്റുമാണ്. അപ്പോൾ ഞാനത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, പ്രസിഡൻറ്റ് എങ്ങനെയെങ്കിലും ഒരു 2 ബൾബെങ്കിലും നമുക്ക് ഇട്ട് തന്നാൽ നമുക്ക് യാത്രാ സൗകര്യം ആയിരിക്കും. റോഡ് കഴിഞ്ഞ ഡിസംബറിൽ നമുക്ക് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത്. 50 ലക്ഷം അനുവദിച്ചിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ഡിസംബറിൽ ആ പണി ശരിയാവും എന്ന് നമ്മളെ അറിയിച്ചിരുന്നു. അതിനുശേഷം ഇതുവരെയും ഒരു പണിയല്ല. അതിനുശേഷവും ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്തായാലും നമ്മുടെ ഭരണം തീരണതിന് മുമ്പേ നമ്മൾ കൃത്യമായിട്ടും പിന്നെ ഈ റോഡ് പണി പൂർത്തിയാക്കും എന്നാണ് അറിയിച്ചത്. അതുപോലെ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, അതായത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ എവിടെ നിന്നുള്ള ആളുകളെന്നറിയാൻ പാടില്ല. അതും ഞാൻ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ വഴി സൈഡിലൊക്കെ ഇഷ്ടംപോലെ വണ്ടിയും ആൾക്കാരും ഒക്കെ നിൽക്കും. അത് നമുക്ക് ഇങ്ങോട്ട് നടന്നു വരാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ അവിടെ പാലത്തിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് വീട്ടുകാരെ വിളിച്ച് അവർ വന്ന് നമ്മളെ കൊണ്ടുപോകേണ്ട, ലൈറ്റ് അടിച്ച് കൊണ്ടുപോകേണ്ട ഒരവസ്ഥയാണ് നമുക്ക്. സാമൂഹിക വിരുദ്ധ ശല്യം ഉണ്ട്. അങ്ങനെ നമുക്ക് അറിയാൻ പറ്റില്ല, ആരാണെന്ന് അറിയാൻ പറ്റൂലല്ലോ. നമുക്ക് പരിചയമില്ലാത്ത ആളുകളായിരിക്കും എവിടെന്നെങ്കിലൊക്കെ വന്ന് ഇങ്ങനെ പാലവും ഇവിടെ ആയതുകൊണ്ട് കുറേ ആളുകൾക്ക് നിൽപ്പുണ്ടായിരിക്കും, വണ്ടികൾ കാണും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാൻ എത്രയായാലും എത്ര പ്രായം ചെന്നാലും കുട്ടികൾക്കാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കാര്യവും ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു പ്രസിഡൻറ്റിനെ. ഇങ്ങനെയാണ് പ്രസിഡൻറ്റ്, എങ്ങനെയെങ്കിലും നമുക്കൊന്ന് ലൈറ്റ് 2-3 ബൾബെങ്കിലും ഇട്ട് നമ്മളൊന്ന് സഹായിക്കണം. നടന്നു വരാൻ പറ്റാത്ത സാഹചര്യമാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ചിലപ്പോൾ രാത്രി 7 മണി 6:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പിന്നെ അവിടെ നിന്ന് ഫോൺ ചെയ്ത് വീട്ടിൽ നിന്ന് ആൾ വന്ന് വേണം നമുക്ക് ഇങ്ങോട്ടുള്ളവർക്ക് പോവേണ്ടത്. പന്നി ശല്യമൊക്കെ ഭയങ്കരമായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ റോഡെന്ന് പറയുമ്പം ഒരു വണ്ടിയിൽ പോലും നമ്മൾ ഓട്ടോറിക്ഷയിൽ നമ്മൾ ഒരു അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നാൽ നമുക്കൊരിക്കലും അവരിങ്ങോട്ട് വരില്ല. പാലത്തിൻ്റെ ഇവിടെ കൊണ്ട് ഇറക്കിയിട്ട് അവർ പോകും. പിന്നെ നടന്നു വരാൻ പറ്റാത്ത സാഹചര്യമാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, വർഷങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിക്കുകയാണ്. വണ്ടികൾ വരണ്ടെന്ന് പറഞ്ഞാൽ ഈ കെട്ടിടം പണിക്കൊക്കെ ലോറികളൊക്കെ വരും. റോഡും വെച്ചിട്ട് ലോറി വരണ്ടെന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല. അപ്പോൾ അവർ വരുമ്പോൾ വീണ്ടും റോഡ് ഇടിയും. അങ്ങനെയാണ് ബുദ്ധിമുട്ട്. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇഷ്ടം പോലെ, അതായത് രാവും പകലും വണ്ടി പോകുന്ന സ്ഥലമാണിത്. മണലി ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാർ താമസിക്കുന്നതാണ്. അവിടെ നിന്ന് ആൾക്കാർ ഇതുവഴി വരും. ആദ്യമൊക്കെ പറഞ്ഞ ഈ റോഡ് നന്നാക്കിയതിന് ശേഷം മണലി വഴി ബസ് ഈ പാലം വഴി വെള്ളറടയ്ക്ക് പോകുമെന്നൊക്കെയാണ്, അങ്ങനെ പോകുമെന്നൊക്കെയാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇതുവരെയും അതിനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പം ഇപ്പോൾ ചോദിക്കുമ്പോഴും പ്രസിഡന്റ് പറ്റൂല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ചെയ്യും, അത് ഈ ഭരണം ഇറങ്ങണതിന് മുമ്പേ ഇത് ചെയ്ത് തീർക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചോദിക്കുമ്പോൾ ഒരിക്കലും ഇത് പറ്റൂല, ഇങ്ങനെ ചെയ്യാൻ പറ്റൂല എന്നൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ലൈറ്റിൻ്റെ കാര്യം ഏറ്റവും പ്രധാനമാണ്. കാരണം ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഇതുവഴി നടന്നു പോകാൻ പറ്റൂല. അവിടെ നിൽക്കേണ്ട അവസ്ഥയാണ്. എത്ര 6:30 മണി കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീകൾക്കായാലും പുരുഷനായാലും കുട്ടികൾക്കായാലും നടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ലൈറ്റ് ഇല്ലാത്ത, സ്ട്രീറ്റ് ലൈറ്റ് ഇന്നത്തെ കാലത്ത് ഒരിടത്തും അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ല. ഒരു ചെറിയ ഇടവഴി ഉണ്ടെങ്കിൽ പോലും അവിടെ സ്ട്രീറ്റ് ലൈറ്റും റോഡും ടാറിട്ട റോഡ് എല്ലാം ആണ്. പക്ഷേ നമുക്ക് മാത്രമാണ് ഇങ്ങനത്തെ ഒരവസ്ഥ. കുറേ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണിത്. അങ്ങനെയാണ്, അതാണ് നമ്മുടെ ബുദ്ധിമുട്ട്. അതെങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കണമെന്നാണ് ഇവിടെ ഉള്ളവരുടെ ആവശ്യം. മോശമായ അവസ്ഥയാണ്. വീഴക്കവും ധനിയൊക്കെ ഈ വെള്ളം കെട്ടി കിടക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. പറയുമ്പോഴും നന്നായി കിട്ടിയാൽ നമുക്ക് നാട്ടുകാർക്കൊരു നല്ലതായി. അതാണ് നമ്മുടെ ആവശ്യം. എന്ന് പറയുമ്പോൾ നടന്നു പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇതിലൂടെ. നടന്നു പോലും പോകാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. നടന്നു പോകുമ്പോൾ പോലും തെന്നി വീഴുമായിരുന്നു. അതുപോലത്തെ അവസ്ഥയായിരുന്നു. സർക്കാർ ഒരുപാട് ആനുകൂല്യങ്ങൾ ചെയ്യുന്നു. ഈ റോഡിന് വേണ്ടി റോഡ് വികസനം വളരെ, ഇപ്പോൾ തന്നെ നമ്മുടെ ഓരുവഴി റോഡ് വളരെ മോശമായിട്ട് കിടന്നാണ്. അതിൽ കേരളത്തിൽ തന്നെ 5.5 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് വികസന പദ്ധതിക്ക് ഒരു 50 ലക്ഷം രൂപ ഇപ്പോൾ ഇവിടെ ഈ കോവിലൂർ തന്നെ അനുവദിച്ചിട്ടുണ്ട്. MLA സ്വാധീനം കൊണ്ട് ഈ സംസ്ഥാനത്ത് 5.5 കോടി രൂപ വന്നതിൽ 50 ലക്ഷം രൂപ ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ ഇത് പദ്ധതി തയ്യാറാക്കി കൊടുത്ത് ആവശ്യമെങ്കിൽ MLA ജില്ലാ പഞ്ചായത്ത് MP ഉണ്ട്, ഇവരെയൊക്കെ കണ്ടെത്തി ആവശ്യമായ ഫണ്ട് അലോട്ട് ചെയ്ത് അതിനെ നല്ല രീതിയിൽ ആ ബണ്ടും കെട്ടി നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് നല്ലൊരു റോഡായിട്ട് ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവ് വരുന്ന ഒരു 2 റോഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയൊരു റോഡാണ്. നേരത്തെ തന്നെ ഇവിടെ നല്ല രീതിയിലൊരു പാലമൊക്കെ കണക്ട് ചെയ്ത് ഇങ്ങനെ വിട്ടിട്ടുണ്ട്. ഈ ഒരു അനാസ്ഥ കൊണ്ട് മാത്രം വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത, ഇപ്പോൾ ഇവിടെ
ഇവർ പറഞ്ഞതുപോലെ ഒരു നല്ല മഴക്കാലം വരുമ്പോൾ ഇവിടെ എവിടെയാണ് കുഴി, എവിടെയാണ് പിന്നെ വഴിയെന്ന് അറിയാൻ പറ്റാത്ത തരത്തിൽ വെള്ളം കെട്ടിക്കിടക്കും. ഇവിടെ ഇടിഞ്ഞു കിടക്കും, സൈഡ് ഇടിഞ്ഞു കിടക്കും. ഇപ്പുറത്തെ സൈഡാണെങ്കിൽ ആറാണ്. അപ്പോൾ അങ്ങനെ വളരെ ദുഷ്കരം പിടിച്ച ഒരു പ്രായമുള്ള ആൾ ഒരു കാരണവശാലും നടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥ. ഒരാൾ സുഖമില്ലാതെ കിടന്നു കഴിഞ്ഞാൽ ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ വരിയില്ല. വരാത്ത അവസ്ഥ പറഞ്ഞാൽ അവർ അവിടെ കൊണ്ട് ചിലരെ എന്ന് പറയാൻ വൈകിട്ട് 9 മണിയൊക്കെ 8 മണിയാകുമ്പോൾ അവിടെ കൊണ്ട് വിട്ടിട്ടു. ആ 8 മണി കഴിഞ്ഞിട്ട് ഇതിലെ ആൾക്ക് പോകാൻ പറ്റുമോ? കറണ്ടില്ല, വൈദ്യുതി ഇല്ല, ഗതാഗത സൗകര്യമില്ല. ഇതൊക്കെ ഒരു 10-25 വർഷത്തിന് മുമ്പേ ഉള്ള അവസ്ഥയിലാണ് ഇന്ന് ഈ വളരെ ഒരു ദുഷ്കരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇന്ന് ഈ വാർഡ് ഇങ്ങനെ കിടക്കും. പ്രത്യേകിച്ച് വെള്ളാട പഞ്ചായത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഗ്രേഡ് പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വാർഡാണ് ഈ വാർഡ്. ഞാനൊരു അംഗൻവാടിയിൽ വർക്ക് ചെയ്യുകയാണ്. ഇത് ഞങ്ങൾക്ക് എപ്പോഴും അത്യാവശ്യമുള്ളതാണ്. രാത്രിയും പകലും അത്യാവശ്യമുള്ള റോഡാണ്. മഴയുള്ളപ്പോഴായാലും മഴയില്ലാത്തപ്പോഴായാലും ഞങ്ങൾക്കൊന്നും ഈ റോഡ് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. റോഡ് ഒന്നുകിൽ കോൺക്രീറ്റ് അല്ലെങ്കിൽ ടാർ ചെയ്ത് തരണം. അത് അത്യാവശ്യമുള്ള കാര്യമാണ്. രാവിലേക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ട് എന്താണ്? രാവിലെ പോകുമ്പോഴത്തേക്കും വളരെ ബുദ്ധിമുട്ടാണ്. നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. മഴയൊക്കെ ആണെങ്കിൽ തുണി മൊത്തം ചെളിയാവും, ചെളിയും വെള്ളമാവും. വരുമ്പോഴായാലും പോകുമ്പോഴായാലും വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഈ റോഡ് ഞങ്ങൾക്ക് ശരിയാക്കി തരണം. അപ്പോൾ ഈ കുഞ്ഞു മക്കളെയൊക്കെ കൊണ്ടുവരുമല്ലോ, അപ്പോൾ എന്താണ് അവരും നേരിടുന്ന പ്രശ്നം എന്താണ്? കുഞ്ഞുമക്കളെ കൊണ്ടുപോകുമ്പോഴത്തേക്കായാലും വലിയവരായാലും ഞങ്ങളെ പോലുള്ളവർക്കായാലും വളരെ ബുദ്ധിമുട്ടാണ്. നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ റോഡ്. അത് അധികാരികൾ ഞങ്ങൾക്ക് റോഡ് ശരിയാക്കി തരണം. ഈ വണ്ടി ഇതിലെ പോകുമ്പോൾ പിള്ളേരെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ എന്താണ്? വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. റോഡ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ആക്സിഡൻറ്റും ഒരുപാട് ഉണ്ടാവും. വീണിട്ടുണ്ടോ ഇവിടെ? ഇല്ല, ഇതുവരെ വീണിട്ടില്ല. അങ്ങനെ തട്ടിമുട്ടി മൊത്തം വെള്ളം കെട്ടിക്കിടക്കുകയാണ്. കിടക്കാണ്. മഴ പെയ്യുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട്. മഴ പെയ്ത് തോരുമ്പോൾ ഇതേപോലെ കുണ്ടും കുഴിയായിട്ട് കിടക്കും. വണ്ടി ഓടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കോൺക്രീറ്റ് ചെയ്യുക, എന്തെങ്കിലും ടാറിടുക, എന്തെങ്കിലും ചെയ്യുക. രാത്രികാലമൊക്കെ യാത്ര എങ്ങനെയാണ്? രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യാൻ പോവില്ല കൂടുതൽ. ഇത് ഈ വഴി പേടിച്ച് ഞങ്ങൾ നടന്നാണ് റോഡിൽ കയറുന്നത്. ബൈക്ക് ഉണ്ടെങ്കിലും നടന്നാണ് പോകുന്നത്. പിള്ളേരെയൊക്കെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ പേടി തോന്നുമോ? മഴ സമയത്താണ് പേടി തോന്നുന്നത്. വെയിലാകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. കുഴിയാണ്. എന്താണ് നേരിടുന്ന മറ്റു പ്രശ്നങ്ങൾ? നേരിടുന്ന പ്രശ്നം അത് 5 വർഷമായി ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഭരണത്തിൽ കയറിയിട്ട് നമ്മൾ വേറെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല അന്ന് മുതൽ. ഈ റോഡൊന്ന് ക്ലിയർ ചെയ്ത് തരാം പല പ്രാവശ്യം പറയുമ്പോൾ അല്ല 53 ലക്ഷം രൂപ അനുവദിച്ച് കിടക്കുന്നതെന്നല്ലാതെ ഈ അടുത്ത കാലത്ത് കണ്ട് ഞാൻ പറഞ്ഞ അത് പിന്നെ ഉടനെ എന്നാൽ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പേ പഞ്ചായത്തിന് ഇറങ്ങുന്നതിന് മുമ്പേ നിങ്ങൾക്ക് റോഡ് ക്ലിയർ ചെയ്ത് തന്നിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞു. പല പ്രാവശ്യം പറഞ്ഞു. ഒരു സ്കൂൾ ബസ് കണ്ണനൂർ UP സ്കൂളിലെ സ്കൂൾ ബസ് അവിടെ മറിഞ്ഞ് ഒരു ബീലങ്ങ് തോട്ടിനകത്തായി നമ്മളെല്ലാം കൂടിയാണ് വണ്ടിയെ പിടിച്ച് കയറ്റി. പിന്നെ അവർ ആ സ്കൂൾ ബസ് ഇങ്ങോട്ട് വരണില്ല. എനിക്ക് എൻ്റെ മോക്ക് 2 ചെറിയ കൊച്ചും പിള്ളേരുണ്ട്. ഇവിടെ ഈ മഴ സമയത്ത് അവരെ സ്കൂളിൽ വിടാൻ പറ്റില്ല, നടന്നു വരാൻ പറ്റില്ല, വേറെ വഴിയില്ല. ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ട് അവർ ചെവിക്കൊള്ളുന്നില്ല. എന്താ ഒരു അനാസ്ഥ, അതായത് എന്താ നമ്മളുടെ ഒരു വൈരാഗ്യം പോലെ. ഞാൻ എന്നിട്ട് വേറെ ഒന്നും പറഞ്ഞു, ഞാൻ കുറച്ച് വേസ്റ്റ് മണ്ണെങ്കിലും ഇവിടെ കൊണ്ടിട്ട് ഈ റോഡിനെ ഒന്ന് ശരിയാക്കി തരാൻ പറഞ്ഞു. അത് കേൾക്കില്ല. തൊഴിലുറപ്പാറ വിട്ട് കാട് എടുക്കാൻ പറഞ്ഞു, അത് കേൾക്കില്ല. ഇത്രയും മാത്രം വലിയ കഷ്ടപ്പെട്ടെന്ന് ഞാൻ നടന്നു പോകാൻ എൻ്റെ ഭാര്യ അംഗൻവാടി ടീച്ചറാണ്, ക്ലിയർ 5 കൊല്ലം കാല. ചില സമയങ്ങളിൽ വേറെ വഴിയില്ല, നോക്കി ഇത് ഒറ്റ വഴിയേ ഉള്ളൂ. അല്ലെങ്കിൽ മണലി വഴി ചുറ്റി വേണം പോകാൻ. അങ്ങനെ വലിയ വിഷമത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ശാശ്വത പരിഹാരം ഉടനെ കണ്ടെത്തി തരണം. ഇത്രയേ ഉള്ളൂ. ഇത് എത്ര കാലം അവിടെ കോൺക്രീറ്റ് ചെയ്ത് ബാക്കി എന്താണ് അവർ പറയുന്നത്? അവർ പറയുന്നത് നമ്മൾ ശരിയാക്കി തരാം, പൈസ അനുവദിച്ച് കിടക്കുകയാണ്. ഇങ്ങനെ തന്നെ എല്ലാ പ്രാവശ്യവും പറയുന്നത്. ഇപ്പം ചോദിച്ചപ്പം പറഞ്ഞാൽ ഭാഗമാറ്റി ചെലവാക്കിയെന്നാണ് പറയുന്നത്, നമ്മൾ അറിഞ്ഞത്. 5 വർഷത്തിന് മുമ്പ് അത് ഞാൻ പറഞ്ഞത്. ഒരു വാർഡ് മെമ്പറാണെങ്കിൽ ഇതിനുമ്പ് ശരിയാക്കുമായിരുന്നു. ഇത് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അതായത് ഞാൻ വലിയ പിന്നെ ഇത് കാര്യത്തോടും കൂടി നമ്മൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു മുമ്പറ ജയിപ്പിച്ചതാണ് നമ്മൾ. എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് അതിങ്ങനെ അതായത് നടന്നു പോകാൻ പറ്റാത്തൊരു കണ്ടീഷനായി ഇരിക്കുകയാണ്. ആരോട് പറയാം, നമ്മൾ വാർഡ് മെമ്പറോട് പറയാം, നമുക്ക് അല്ല വേറെ ആരോട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളിത് ഇതുവരെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു അധികാരികളെ ഒന്ന് ഉണർത്തണം ഇതോടും കൂടിയെങ്കിലും. എൻ്റെ വീട് ഇവിടെ ഇതാണ്. പക്ഷേ ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവരാൻ പറ്റുന്നില്ല, 2 വീലറിൽ പോലും വരാൻ പറ്റുന്നില്ല. പകലാണെങ്കിൽ വിഴുന്ന് മറിഞ്ഞാണ് പോകുന്നത്. ബാക്കിൽ ഒരാൾ കൂടി ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ ജീവിതപങ്കാളിയോ അല്ലെങ്കിൽ മക്കളോ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ നടത്തി വിടണം. നടന്നു വരാൻ പറ്റത്തില്ല, ചെളി മുട്ടിന് നേരെ. അവിടെ നിന്ന് ഇതുവരെ വരുമ്പോഴത്തേക്കും തന്നെ റോഡിൽ വരുന്ന സമയം മൊത്തം ചെളിയും വെള്ളവും ആവും അവർക്ക്. കാരണം നമുക്ക് പുറത്ത് ഒരു യാത്ര പോകാനോ വേറെ ഒന്നിനും പറ്റില്ല. ഒരു ആംബുലൻസ് വിളിച്ചാൽ വരത്തില്ല, ഒരു ഓട്ടോ വിളിച്ചിട്ട് വരുന്നില്ല. നമുക്ക് സ്വന്തമായിട്ടുള്ള 2 വീലറിൽ പോകാൻ പറ്റുന്നില്ല. ഇത്രയും അനസ്ഥ എന്ന് പറയുമ്പോൾ വെറും ഇത് കുറച്ച് ദൂരമേ ഉള്ളൂ, 100-100 മീറ്ററിനകത്തേ ഉള്ളൂ. ഇത് നമ്മുടെ പഞ്ചായത്ത് വാർഡ് മെമ്പറാണ്, പ്രസിഡൻ്റാണ്, പ്രസിഡൻറ്റിൻ്റെ വാർഡാണ്.
പക്ഷേ പുള്ളിയുടെ അടുത്ത് ഞങ്ങൾ പലതവണ ഞാനും വ്യക്തിപരമായിട്ടൊക്കെ നമ്മൾ കാണുമ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് പ്രസിഡന്റ് അത് ചെയ്യുന്നത്? അത് ചെയ്യാം ഉടനെ നമ്മൾ പൈസ അനുവദിച്ചിട്ടുണ്ട്, 50 ലക്ഷം രൂപ അനുവദിച്ച് കിടപ്പുണ്ട്, ഉടനെ ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ ഇന്ന് വരെ വന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. സുഖമില്ലാതെ കിടന്നപ്പോഴും അതിലേ കൂടെ പോവേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഈ മഴ സമയത്ത് ഇവിടെ വന്നിട്ട് നമുക്ക് ഒട്ടും ഇതുവഴി പോകാൻ പറ്റില്ലായിരുന്നു, ഇതുപോലെയല്ലായിരുന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ്. ഈ പ്രദേശത്തുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ അടുത്ത് പാർട്ടിപരമായിട്ട് നമ്മുടെ അടുത്ത് വന്ന് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് സംബന്ധിച്ച് പ്രസിഡന്റ് സമീപിച്ചു. പ്രസിഡന്റ് ഉടനെ തന്നെ അത് ചെയ്യാം എന്ന് പറഞ്ഞത് നമ്മുടെ അടുത്ത് മറുപടി പറയുകയും ചെയ്തു. പക്ഷേ പ്രസിഡന്റ് ഒരു കാരണവശാലും അത് ചെയ്യില്ല. കാര്യം പറഞ്ഞാൽ പ്രസിഡന്റ് ചെയ്യാൻ താല്പര്യമില്ല. പ്രസിഡന്റ് അടുത്തിന് എന്താണ് ലക്ഷ്യം എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ഈ 7 മാസം കാലാവധിയുള്ളൂ. അതുകൊണ്ട് ഈ റോഡ് പ്രസിഡന്റ് വളരെ ഉദാസീന കാണിക്കുന്നത്. അത് പോയിട്ട് ആറാട്ടുവഴി വാർഡിലെയും ഞാറോട് കലങ്ങാട് ജംഗ്ഷൻ എന്നുള്ള റോഡുണ്ട്, നമുക്ക് ആയിക്കോണത്ത് പോണ റോഡ്. അവിടെയും പാതി വഴിയിലാണ് ഈ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ വാർഡും അടുത്തും പറഞ്ഞിട്ടും അവരും ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അവരും ചെയ്യുന്നില്ല. കാലം പറഞ്ഞാൽ ഇനി കറക്റ്റ് 7 മാസം കാലാവധിയുള്ളൂ ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതി തീരാൻ വേണ്ടി. അപ്പോൾ അവരും വളരെ രീതിയിൽ ഉദാഹരണത്തിന് കാണിക്കുകയാണ്. അതുപോലെ പഞ്ചായത്തിലെ പല റോഡുകളും ഈ ഇത് വളരെ ദയനീയമായ അവസ്ഥയിൽ കിടക്കുകയാണ്. അതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റുള്ളൂ. ഏതൊരു പൗരന്റെയും അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ് സഞ്ചാര സ്വാതന്ത്ര്യം. റോഡുകളും തെരുവിളക്കുകളും ഉറപ്പാക്കി നൽകേണ്ടത് ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്വവും. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.